ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓഫ്ലൈനാണ് കാണിക്കാൻ പോണത്. നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത് 2-3 ഷെയർസിനാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്നത്തെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഓഫ്ലൈനാണ്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. എൻ്റെ നമ്പർ 9061973737. ഈ നമ്പറിലോട്ട് ഡയറക്റ്റ് വിളിച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന റിയൽ ടൈമാണ്. നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ തന്നെ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും കവർ ആവും. അതായത് MCX ഉണ്ട്, NSEയുടെ തന്നെ ക്യാഷ് ഫ്യൂച്ചർ ഓപ്ഷൻസ് കറൻസി അഗ്രി കോമെക്സ് ഫോറക്സ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും വരും. ഇപ്പോൾ NSEയിലെ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ, കോൾ പുട്ട് ഓപ്ഷൻ സെപ്പറേറ്റ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ടത് ആ സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്തിടാം. ഇപ്പം ഞാനിതിപ്പോൾ ഓഫ്ലൈനാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടിരിക്കുന്നത് വെച്ചാൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഫ്യൂച്ചറിൽ 5 മിനിറ്റ് ഇൻട്രാഡേ വൈസാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ നോർമൽ നമ്മൾ 5 മിനിറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് സ്കാൽപ്പിങ്ങും ചെയ്യാൻ പറ്റും, ഇൻട്രാഡേയും ചെയ്യാം, ഷോർട്ട് ടൈമും ലോങ് ടൈം പൊസിഷൻ ട്രേഡിംഗ് ചെയ്യാം. ഷോർട്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പോൾ നമുക്കൊരു പൊസിഷൻ ഒരു 1 വീക്ക് 2 വീക്സ് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1 അവർ അല്ലെങ്കിൽ 4 അവർ ഇടാം. ഇപ്പോൾ നമ്മളൊരു പൊസിഷൻ നമ്മളൊരു ഷെയർ എടുത്തിട്ട് ഒരു 1 മന്ത് 2 മന്ത് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലിയിൽ അത് ഡെയിലി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കാം. ഇപ്പം നമ്മളൊരു ഷെയർ നമ്മളൊരു ലോങ് ടൈമിലോട്ട് എന്ന് വെച്ചാൽ ഒരു 1 ഇയറിലോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ലോങ് ടൈമിലോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയുടെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പം 3 ചാർട്ട് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. TCS, അശോക് ലൈലാൻഡ്, ബാറ്റ ഇന്ത്യ. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ബാറ്റ ഇന്ത്യയാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലേ, ആ ലൈവ് മാർക്കറ്റ് റേറ്റ് ഇവിടെ ലൈവിൽ മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരുവേ. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ റണ്ണിങ് വേർഷൻ 8.1. നമ്മൾ സോഫ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 13 വർഷമായത്. 2009 സ്റ്റാർട്ട് ചെയ്ത് 2009 മെയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ റണ്ണിങ് വേർഷൻ 8.1 ആണ്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം തന്നെ ഒരു പുതിയ വേർഷനും കൂടെ ഇറങ്ങും. അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ. സിഗ്നൽ രണ്ടും ഓട്ടോമാറ്റിക് സിഗ്നൽസ് ആണ്. പക്ഷേ ഈ തരുന്ന എല്ലാ സോഫ്റ്റ്വെയർ തരുന്ന എല്ലാ സിഗ്നലും നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൺഫേം ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. ആ കൺഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് കൺഫർമേഷൻ അത് ബൈ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ താഴത്ത് പ്രൈസ് ബൈ സോണാണ് വരേണ്ടത്. അതായത് നമ്മൾ സിഗ്നൽ ആരോ വരണം, ആരോ വന്നിട്ട് അതനുസരിച്ചാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ബൈ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ബൈ സോണിലോട്ട് വരണം. രണ്ടാമത്തെ കൺഫർമേഷൻ ആരോടെ തൊട്ടിത്താഴത്തൊരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആ ബാറ് ഗ്രീനിലോട്ട് വരണം. അതായത് ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ സോണിലോട്ട് വരണം, പിന്നെ ബാറിൻ്റെ കളറ് ഗ്രീനിലോട്ട് വരണം. ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ട്രേഡ് എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിക്കിൾ നമുക്ക് കൺഫേം അല്ലായിരുന്നെന്ന് വെച്ചാൽ സൈഡ് വേയുടെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ക്യാൻഡിൽ റെഡും ഗ്രീനും അല്ലേ. അപ്പോൾ ഈ റെഡും ഗ്രീനും അല്ലാതെ ഇതിനകത്ത് കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ലൈക്ക് ലൈറ്റ് ബ്ലൂ ഉണ്ട്, MD ക്യാൻഡിൽസ് ഉണ്ട്, വൈറ്റ് ക്യാൻഡിൽസ്, ഓറഞ്ച് കളേഴ്സ്. അതായത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന കളേഴ്സ് എല്ലാം നമുക്ക് സൈഡ് വേയുടെ ഇൻഡിക്കേഷൻ വരുന്നത്. അതായത് ഈ സൈഡ് വേ പോകുന്ന മാർക്കറ്റിൽ ഒരു 80% നമ്മൾ റിവേഴ്സിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു എൻട്രി ചെയ്ത ശേഷമാണ് നമുക്ക് സൈഡ് വേ ഇൻഡിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു ഫ്രഷ് എൻട്രി എടുക്കുന്ന സമയത്താണെങ്കിൽ ഈ സൈഡ് വേ ഇൻഡിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം
ബാറ്റ ഇന്ത്യയിൽ നമുക്ക് ബൈ വന്നത് കൺഫേം അല്ലായിരുന്നു, ലാസ്റ്റ് വന്ന ബൈ ആണ്. ആദ്യം വന്ന് നമുക്ക് സെല്ലാണ്. നമുക്ക് ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഇല്ല, അത് ഡേ ബ്രേക്കിൻ്റെ ലൈനാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സെല്ലാണ് വന്നത്, കൺഫേം ആയിരുന്നു, നന്നായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് വന്ന ബൈ കൺഫേം അല്ലായിരുന്നു. പിന്നെ ഈ കണ്ടിന്യൂഷൻ വരത്തില്ല, അതൊരു സിഗ്നൽ നമ്മൾക്ക് സിഗ്നൽ വന്ന് നമ്മളത് കൺഫേം നോക്കി, കൺഫേം ആയി, നമ്മൾ എൻട്രി ചെയ്ത് നമ്മുടെ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത ശേഷവും ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റിൽ ആ സിഗ്നൽ അപ്പടിയെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ സോഫ്റ്റ് നമുക്ക് റീ എൻട്രി ഓപ്ഷൻ പറഞ്ഞുതരും. റീ എൻട്രി എന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ് ആ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്, അതായത് ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ബൈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെല്ലാണെന്ന് ഓർത്തു, സെല്ല് നന്നായിട്ട് ഇറങ്ങി നമ്മുടെ ടാർഗറ്റ് എല്ലാം ഇവിടെ വെച്ച് നമ്മുടെ ടാർഗറ്റ് എല്ലാം എക്സിക്യൂട്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോൾ സോഫ്റ്റ് നമുക്ക് ഈ ഒരു ഇവിടെ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ട്രേഡിൽ ഒരു എൻട്രി പോയിന്റും പറഞ്ഞുതരും, അതനുസരിച്ച് ടാർഗറ്റും പറഞ്ഞുതരും. അതാണ് റീ എൻട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീ എൻട്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ അതനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. കാരണം സ്റ്റോപ്പ് ലോസ് ഉള്ളത് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. ആ സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും വരും. ഇവിടെ ഈ റെഡ് സ്റ്റാർസ് ആണ് റെസിസ്റ്റൻസ് ലെവൽ, താഴത്തുള്ള ബ്ലൂ ആണ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ജസ്റ്റ് ആ കർസർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കും, റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ എന്താണെന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിഗ്നൽ വരണം. സിഗ്നൽ വന്ന ശേഷം അതിന് നിങ്ങൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് ട്രേഡിൽ ട്രേഡ് എടുക്കാം. ഈ ഒരു സ്ട്രാറ്റജിയാണ് എല്ലാത്തിലും ഫോളോ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന NSE ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് ഫോളോ ചെയ്താൽ, ഇപ്പോൾ MCX ആണെങ്കിലും അതൊരു ഫോറക്സ് ട്രേഡർ ആണെങ്കിലും കോമെക്സ് അഗ്രി ഏതിലാണെങ്കിലും നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട സെയിം തന്നെയാണ്. ഇപ്പോൾ അശോക് ലൈലാൻഡിൽ നമുക്ക് ഇന്ന് വന്ന 2 സിഗ്നലാണ്. ആദ്യം വന്ന ബൈ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലപോലെ കയറിപ്പോയി. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് റീ എൻട്രി ഓപ്ഷനും കിട്ടിക്കാണും. പിന്നെ ലാസ്റ്റ് വന്ന സെൽ സിഗ്നൽ നമുക്ക് കൺഫേം അല്ലായിരുന്നു. അതായത് സെല്ലാണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രൈസ് സെൽ സോൺ കാണിക്കണമായിരുന്നു. പിന്നെ സെല്ലുകാരുടെ താഴത്തുള്ള ബാറ് റെഡിലോട്ട് പറഞ്ഞായിരുന്നു. അത് രണ്ടും കൺഫേം അല്ലായിരുന്നു. കൺഫേം അല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സൈഡ് വേ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സൈഡ് വേയിൽ കൂടുതൽ നമുക്ക് കൺഫർമേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇത് കൺഫേം അല്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൺഫർമേഷൻ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് TCSൽ നമുക്ക് അതിലും 2 സിഗ്നലാണ് വന്നത്. ഒന്ന് ലാസ്റ്റ് വന്ന ബൈ സിഗ്നൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ആക്ച്വലി ബൈ വന്നത്, പക്ഷെ അത് കൺഫേം അല്ലായിരുന്നു. കാരണം താഴത്ത് നമുക്ക് താഴത്തുള്ള ബാർ കൺഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് കൺഫർമേഷൻ വന്നത് നോക്കി ഈ ക്യാൻഡിലാണ്. പക്ഷെ ആ ക്യാൻഡിൽ എൻട്രി ചെയ്യേണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആ സമയത്ത് ട്രെൻഡ് ലൈൻ ചെറുതായിട്ടൊന്ന് റെഡിലോട്ട് പോയി. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ലൈനിൽ ഇവിടെ നമുക്ക് എൻട്രി ആയിരുന്നു. അപ്പം നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ സോഫ്റ്റ്വെയർ എന്ന എൻട്രി പോയിന്റുമായിട്ട് ചെറിയ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഡയറക്റ്റ് എൻട്രി ചെയ്തിട്ട് അതനുസരിച്ച് ആ ടാർഗറ്റിൽ ആ പോയിന്റ്, ആ ഡിഫറൻസ് വന്ന പോയിന്റ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അത് നമ്മൾ എൻട്രി ചെയ്യുന്ന പോയിന്റും ഇപ്പോൾ ഇവിടെ ഇതാണ് ആക്ച്വലി നമുക്ക് ബൈ കിട്ടിയത്. പക്ഷെ നമ്മൾ എൻട്രി ചെയ്ത് ഇവിടെയാണ്. കാരണം നമുക്ക് അത് റെയർ കേസിലേ ഉള്ളൂ കേട്ടോ. നമ്മൾ എൻട്രി കൺഫർമേഷൻ കിട്ടി. ആ കൺഫർമേഷൻ കിട്ടിയപ്പോൾ 40യുടെ അറൗണ്ട് ആയിരുന്നു നമ്മുടെ പ്രൈസ്. 40 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ പ്രൈസ് ഡിഫറൻസ് നമ്മുടെ ടാർഗറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും 3 ടാർഗറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ, 1, 2, 3. അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ഈ ലാസ്റ്റ് വന്ന ബൈസൈക്കിൾ നമുക്ക് ഓൾറെഡി കയറിയായിരുന്നു. പിന്നെ ബൈസൈക്കിളും കൺഫേം ആയിരുന്നു. അത് കഴിഞ്ഞ് സെല്ല് വന്നത് രാവിലെ വന്ന സെല്ലാണ്. ആ സെല്ല് നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ കൺഫർമേഷൻ കിട്ടിയാൽ അത് നന്നായിട്ട് ഇറങ്ങി. അപ്പം നമുക്കിത് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഇത് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈവ് മാർക്കറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആരോ വരണം. ആരോടെ അനുസരിച്ച് നമുക്ക് ഏത് സിഗ്നലാണ് അതനുസരിച്ച് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. കൺഫേം ആണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആൻഡ് സ്കാനർ 1.2 ആണ്. ഇതാണ് നമ്മുടെ സ്കാനർ. ഇപ്പോൾ പുതിയ അപ്ഡേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചാർജ് 1 ടൈം ആണ്. അപ്ഡേഷൻ എല്ലാം ഫ്രീ ആണ്. സോഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും അപ്ഡേഷൻ ഫുൾ ഫ്രീ ആയിട്ട് കിട്ടും. ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ നോർമൽ നമ്മുടെ പ്രോസസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇട്ട ശേഷം നമ്മൾ നോർമൽ പ്രോസസ്സ് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തരും. എന്നിട്ട് എല്ലാം പറഞ്ഞു തരും, എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഫുൾ പറഞ്ഞു തരും. നമുക്കിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽസും ഉണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസും കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ പേരും നമ്പറും പറഞ്ഞായിരുന്നു. എൻ്റെ പേര് ഗംഗ. എൻ്റെ നമ്പർ 9061973737 ആണ്. ഈ നമ്പറിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. അതർവൈസ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം, wintradersoft.com. അതിനകത്ത് റിവ്യൂസ് എന്നൊരു പേജ്
പേജ് ഉണ്ട്. ആ റിവ്യൂസിൽ നമ്മൾ കസ്റ്റമേഴ്സ് റിവ്യൂസ് അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറോട് ചോദിക്കാറുള്ള നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമുക്കത് അയച്ചിടാൻ പറയത്തില്ല. അത് അവരുടെ ഇഷ്ടത്തിന് നിൻ്റെ വാട്സാപ്പിലോട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത് ജെന്യുവിനുള്ള തന്നെയാണ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.